ഈ വണ്ടി ഫിയറ്റ് പുന്തയാണ്. ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറയുന്നത് ഇതിന് എ സി കൂളിംഗ് കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. നമ്മൾ ചെക്ക് ചെയ്തപ്പം വണ്ടി ഓവർ ഹീറ്റാണ് കാണിക്കുന്നത്. അത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് കൂളൻ്റ് കുറഞ്ഞിട്ടുണ്ട്. കൂളൻ്റ് ചെക്ക് ചെയ്തപ്പോൾ ലീക്കായിട്ട് കാണിക്കുന്നുണ്ട്. തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ അവിടെ നിന്നാണ് കൂളൻ്റ് ലീക്കായതായിട്ട് കാണിക്കുന്നത്. ഉണ്ടോ, കാണാൻ പറ്റും. ഉണ്ടോ, ലീക്കായിട്ടുണ്ടോ? എന്താണ് തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ കേസിൻ്റെ അവിടെ നിന്നാണ് ലീക്കാവുന്നത്. തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റക്കായി കഴിഞ്ഞാലാണ് ഇങ്ങനെ സംഭവിക്കാറ്. ഒന്നെങ്കിൽ ഓസ് ലീക്കാവും, അല്ലെ റേഡിയേറ്റർ പൊട്ടിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നോക്കണ്ട, സൈഡിൽ കൂടെ ലീക്കായിട്ട് വന്നിട്ടാണ് ഇങ്ങനെ ചെറിയ ഡ്രോപ്പ് വീണ് ഫുള്ളായിട്ട് കൂളൻ്റ് പോയി. അങ്ങനെയാണ് എ സി കട്ടായത്. ഫുള്ള് ലീക്കാണ്. കസ്റ്റമർ നമ്മളിത് കാണിച്ചു കൊടുത്തു. ഉണ്ടോ, ലീക്കാണ്, നല്ലതായിട്ട് ലീക്ക് ഒഴുകിപ്പോയിട്ട്. ഇതാണ് തെർമോസ്റ്റാറ്റ് വാൽവ്. നമ്മളിപ്പോൾ അയച്ചെടുത്തേക്കുന്നതാണ് ഇത്. ഉണ്ട്, ആ വാൽവ്, അതിനുള്ളിൽ കാണുന്ന വാൽവാണ് സ്റ്റക്കായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. വാൽവ് എടുക്കാം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് ഉള്ളിൽ കാണുന്ന വാൽവ് സ്റ്റക്കായി പോകും. ആ ഡീസൽ വണ്ടിക്കാണ് കൂടുതൽ ഈ പ്രശ്നം കാണിക്കുന്നത്. പെട്രോൾ വണ്ടിക്ക് ഇത്രയ്ക്കും പ്രശ്നം ഉണ്ടാവാറില്ല. ഇത് ഇടയ്ക്ക് ഈ വാൽവ് ചെക്ക് ചെയ്യുന്നില്ല. ഇത് അയച്ചെടുക്കാനും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും വാൽവ് കംപ്ലൈൻ്റ് ആണോ ഇല്ലയോ എന്ന്. തെർമോസ്റ്റാറ്റ് വാൽവിന് ഔട്ട്ലെറ്റ്, തെർമോസ്റ്റാറ്റിൽ നിന്ന് ഔട്ട്ലെറ്റ് പോകുന്ന ഓസ് അയച്ച് നമുക്കൊരു ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുത്താൽ പോലും നമുക്ക് ഇതിൻ്റെ വാൽവ് കംപ്ലൈൻ്റ് ആണോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് അയച്ചെടുക്കണമെങ്കിൽ നല്ല റിസ്ക്കാണ്, അത്യാവശ്യം പണിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അയക്കാതെ തന്നെ ആർക്കോ ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ സിമ്പിളായിട്ട്. ആ വാൽവ് അപ്പോൾ നമുക്ക് കാണിക്കാം. ഇപ്പം ഫോട്ടോയിൽ കാണാൻ പറ്റും നമുക്ക്. ഇതാണ് പുതിയതും പഴയ തെർമോസ്റ്റാറ്റ്. ഇത് പഴയതിൻ്റെ വാൽവ് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും പൊട്ടിയിട്ടുണ്ട്. കണ്ടോ, പുതിയത് കാണുമ്പോഴേ മനസ്സിലാവുള്ളത് വാൽവിന് ഉള്ളിൽ പൊട്ടിയായിരിക്കുന്നത്. അത് വാൽവ് സ്റ്റക്കായിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേക്കുന്നത്. ഇത് പുതിയത് നോക്കിയാണ്, പുതിയതിൻ്റെ ഇപ്പം മനസ്സിലാവും. ഇതാണ് വാൽവ് അകത്തിരിക്കുന്നത് പുതിയതിൻ്റെ. കണ്ടോ, ഇവിടെ കണ്ടോ, ആ റൗണ്ട് ബ്ലാക്ക് ഷെയ്ഡ് കണ്ടോ, നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. ഇവിടുത്തെ ഈ ഓസ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ മതി. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും കംപ്ലൈൻ്റ് ആണോ ഇല്ലയോ എന്ന്. കംപ്ലൈൻറ്റിലേ അഴിക്കേണ്ട കാര്യം വരുന്നില്ല. അങ്ങനെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളിത് തെർമോസ്റ്റാറ്റ് വാൽവ് മാറിയതിന് ശേഷമാണ് വണ്ടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. എ സി കാര്യങ്ങളെല്ലാം ഓക്കെ ആയി.